പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോക്ക് നിങ്ങൾ നൽകിയ സപ്പോർട്ടിന് നന്ദി. രക്തം ആരോഗ്യരംഗത്തെ അനിവാര്യമായ ഘടകമാണ്. അടിയന്തര സാഹചര്യങ്ങളിൽ ക്യാൻസർ ചികിത്സയിൽ, അപകടങ്ങളിൽ, പ്രസവങ്ങളിൽ എന്നും ജീവൻ രക്ഷാ സ്വഭാവം നിലനിർത്തുന്ന ഒരു കാര്യമാണ് രക്തദാനം. ഓരോ രക്തദാനവും ഒരു ആശാവചനമാണ്. അതിലൂടെ രോഗികൾക്ക് ജീവൻ കിട്ടുന്നു, പ്രതീക്ഷകൾ നൽകുന്നു. എന്നാൽ എല്ലാ രാജ്യങ്ങളിലും സമാനമായി രക്തം ലഭ്യമാണോ? അല്ല. കുട്ടികൾക്കും ഗർഭിണികൾക്കും വേണ്ടിയുള്ള സുരക്ഷിതമായ രക്തദാനത്തിൽ നമ്മുടെ രാജ്യം വളരെ മുന്നിൽ. രക്തം എപ്പോഴും സൂക്ഷിക്കാൻ കഴിയില്ല എന്ന് നമുക്കറിയാം. അതിനാൽ തന്നെ സ്ഥിരമായും സ്വമേധയായും കൂലി വാങ്ങാതെയും രക്തം നൽകുന്നതിൻ്റെ ആവശ്യം തുടർച്ചയായി ഉണ്ടാകുന്നു. രക്തം നൽകാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? നിങ്ങൾ അതിന് യോഗ്യനാണോ? ഇതെല്ലാം അറിയേണ്ടത് ചെറിയ ചില കാര്യങ്ങൾ മാത്രം. ശരീരസൗഖ്യമുള്ള ഏറ്റവും കൂടുതൽ ആളുകൾക്ക് രക്തം നൽകുവാൻ സാധിക്കും. നമ്മുടെ പ്രായം 18ൻ്റെയും 65ൻ്റെയും വയസ്സിൻ്റെ ഇടയിലായിരിക്കണം. കുറഞ്ഞത് 50 കിലോ തൂക്കം നമുക്ക് വേണം. ദാനത്തിൻ്റെ ആ ദിവസം പനിയോ മറ്റ് പകർച്ചവ്യാധികളോ ഉണ്ടാവരുത്. രക്തസമ്മർദ്ദം, ഹൃദയമിടിപ്പ്, ഹീമോഗ്ലോബിൻ എന്നിവ പരിശോധനയ്ക്ക് വിധേയമാക്കിക്കൊണ്ടാണ് രക്തദാനം നിർവഹിക്കപ്പെടുക. രക്തദാന പ്രക്രിയ വളരെ സുരക്ഷിതമാണ്, വേഗത്തിലുമാണ്, അർത്ഥവത്തായ. ഒരു യൂണിറ്റ് സുരക്ഷിത രക്തം 3 പേരുടെ ജീവൻ രക്ഷിക്കാൻ കഴിയും. 1 മണിക്കൂർ മാത്രമേ നമുക്കതിന് ആവശ്യമുള്ളൂ. ഫലമോ ഒരു ജീവൻ മുഴുവനായിട്ട് നമുക്ക് ലഭിക്കുകയാണ്. രക്തദാനത്തെക്കുറിച്ച് നമുക്ക് ഈ ഒരു അറിവ് എല്ലാവർക്കുമായി ഫോർവേഡ് ചെയ്യാം.